അച്ഛാ ഈശ്വമിശിയായി സ്തുതിയായിരിക്കട്ടെ. എത്ര കാലമെന്നറിയോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ ഞാനിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. കാരണം പലയിടത്തും ഇങ്ങനെ എപ്പോഴും കാണുമ്പം കുടുംബജീവിതത്തിൻ്റെ പല പല കാര്യങ്ങളും ഭയങ്കര തമാശയും ഫലിതവും ഒക്കെ ചേർത്ത് അച്ഛൻ അവതരിപ്പിക്കുന്ന കാണുമ്പോഴേ ഞാനിങ്ങനെ നേരിട്ട് കാണാൻ പറ്റുമ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് ഓർത്തു. അച്ഛൻ ഞാനൊരു ടീച്ചറാണ്, അപ്പോൾ എനിക്ക് അച്ഛനോട് എൻ്റെ കുറച്ച് കൊളീഗ്സിൻ്റെയൊക്കെ ഒരു അനുഭവം ഒന്ന് ചോദിക്കണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു ടീച്ചറിൻ്റെ മോളെ ഇടയ്ക്ക് കല്യാണം കഴിച്ചു വിട്ടു. അവൾ മൂത്ത കുട്ടിയാണ് വീട്ടിലെ, പക്ഷേ 2 മക്കളേ ഉള്ളൂ. ടീച്ചർ എന്നും രാവിലെ ടെൻഷനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൾ എഴുന്നേറ്റോ പിന്നെ ടീച്ചർ രാവിലെ ഫോൺ വിളിക്കും, അല്ല അത് 8 മണി വരെ വീട്ടിലെ പോലെ കിടന്ന് ഉറങ്ങുവാണോ, കുറച്ച് കഴിയുമ്പം വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയോ. ആ ദിവസം ഒരു 10 കോളെങ്കിലും ടീച്ചറിൻ്റെ വക അങ്ങോട്ടുണ്ട്, ഒരു 10 കോളെങ്കിലും ടീച്ചറിൻ്റെ ഇങ്ങോട്ടും ഉണ്ട്. സത്യത്തിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. അച്ഛൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒരുപാട് കാണും. ഈ മാതാപിതാക്കളുടെ ഈ ഭയങ്കരമായ ഇടപെടൽ, ഇവരെവിടെ നിൽക്കണം അല്ലെങ്കിൽ അവരുടെ ഒരു അതിർത്തി എത്രയാണെന്ന് ഇവർക്ക് യാതൊരു അറിവും ഇപ്പം ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത്, ഈ ബൈബിളിലൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും വിവാഹം കഴിഞ്ഞ് നമ്മൾ മാതാപിതാക്കളെയും പിതൃഗൃഹവും ഒക്കെ വിട്ട് അവരൊന്നാകുന്നു, ഒന്നിച്ച് ചേരുന്നു എന്നൊക്കെ സത്യത്തിൽ പറയാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെയാണ്. അച്ഛൻ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ മാതാപിതാക്കൾ എവിടെ നിൽക്കാം, എങ്ങനെ നിൽക്കണം, നമ്മുടെയൊക്കെ മക്കളെ കെട്ടിച്ചു വിടുമ്പം ഈ ഉപദേശമൊക്കെ ഉള്ളത് കേൾക്കുന്നത് നല്ലതാണല്ലോ ശരിക്കും. അത് ഈ ഒരുപാട് ഇപ്പോൾ ഒരു സമൂഹത്തിൽ വലിയ പ്രശ്നമാണ് ഈ മക്കൾ കുറവായതുകൊണ്ട് ഉള്ളതിനോട് അറ്റാച്ച്മെൻറ്റ് വരും, പേരൻസിനുണ്ട് പൊതുവിലേ. പക്ഷെ അത് ഒരുപാട് കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട്, ഇന്നും തകർക്കുന്നുണ്ട്. ഒത്തിരി പ്രശ്നം അമ്മമാരുടെ ഇടപെടലാണ് കെട്ടിച്ചു വിട്ടതിന് ശേഷം. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ വെച്ചാൽ എൻ്റെ വീട്ടിലെ പട്ടിയോടും അവിടെ അമ്മയോടും മാത്രമേ മിണ്ടുള്ളൂ, എന്നോടോ എൻ്റെ മാതാപിതാക്കളോടോ വർത്താനം ഒന്നും പറയല. കാരണം അങ്ങനെ ആ പൊസസീവായി ലവായിട്ട് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരിക്കലും ഭർത്താവിൻ്റെ വീട്ടിലെ ഭാഗമാകാൻ പറ്റുകയില്ല. എന്തൊരു ഏറ്റവും വലിയ അപകടം അതാണ്. എന്ന് പറയല്ലേ, ചോറ് അക്കരയും കൂറ് ഇക്കരയാണ്. എത്ര കഴിഞ്ഞാലും വിവാഹത്തിൻ്റെ നിയമം പാലിച്ചിട്ടില്ല. അത് ആൺകുട്ടിക്കും ഉണ്ട് പെൺകുട്ടിക്കും ഉണ്ട്. ചില ഒറ്റപ്പുത്രനൊക്കെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അസൂയാണ്, ടെൻഷനാണ്. അമ്മയുടെ സ്നേഹം ഈ മോൻ കൊണ്ടുപോയി എന്നുള്ള മോള് കൊണ്ടുപോയി അച്ഛൻ്റെ ആണ്. അതെപ്പോഴും നമ്മൾ പണ്ടത്തെ കാരണന്മാരുടെ കാഴ്ചപ്പാട് വിവാഹത്തിൽ വിജയിക്കുകയുള്ളൂ. കെട്ടിച്ചു വിട്ടാൽ അവളുടെ ജീവിതം അവളുടെ രീതി പോക്ക്. ഇന്നൊരു വലിയ അപകടം, കാരണന്മാർ സ്വയം ജീവിക്കാൻ സമ്മതിക്കുകയല്ല, അവർ ജീവിക്കത്തുമില്ല, മറ്റുള്ളവരെയും ജീവിക്കാൻ അനുവദിക്കത്തുമില്ല. ഇത് പറഞ്ഞപ്പോഴത്തെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, ഡിവോഴ്സ് കേസിൽ എത്തി നിൽക്കുവാണ് ഏതാണ്ട്. പക്ഷെ പെങ്കൊച്ചിന് തീരെ താല്പര്യമില്ല ഡിവോഴ്സ് ചെയ്യാൻ, പക്ഷെ മാതാപിതാക്കളുടെ നിർബന്ധമാണ് ഇവൻ്റെ കൂടെ ജീവിക്കണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കേസുകളില്ലേ, ഈ മാതാപിതാക്കളാണ് കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ വിവാഹോരുക്ക സെമിനാറിലൊക്കെ ഈ ഭാര്യയ്ക്കും ഭർത്താവും ആകാൻ പോകുന്നവർക്ക് ഇഷ്ടം പോലെ ക്ലാസ്സൊക്കെ ഉണ്ട്. പക്ഷെ മാതാപിതാക്കൾക്കൊരു പ്രധാന റോളുണ്ട് ഈ ഭർത്താവിൻ്റെ വീട്ടിലും. ആണല്ലേ, ഒരു ദിവസം ലാസ്റ്റ് ലൈനിൽ പേരൻസിനെ വിളിക്കുന്നുണ്ട്. ശരിയാ, കാരണം ഈ പ്രശ്നങ്ങൾ മൂത്തപ്പം വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവർക്കൊരു അതായത് ഇവർക്ക് എങ്ങനെ ഇടപെടാം, എനിക്കൊന്ന് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് അച്ഛൻ പറയുവാണെങ്കിൽ, ഫസ്റ്റ് ഡേ വിവാഹം കഴിഞ്ഞു, എപ്പോൾ അങ്ങോട്ട് ചെല്ലണം, എപ്പോൾ ചെല്ലണ്ട, ഇതൊക്കെ ഒരു കൺഫ്യൂഷനാണല്ലോ. എപ്പോൾ വിളിക്കാം, ഇതിനൊക്കെ ഒരു എന്താ ഒരു സമയവും കാലവും. അതെ, ഈ ടൈം ടേബിൾ വെച്ച് നടക്കരുതൊന്നും. ഇത് കോമൺ സെൻസിൻ്റെ ഉപയോഗമാണ് ആവശ്യം. കല്യാണം കഴിച്ച് പോകുന്ന പെണ്ണ് ചുമ്മാ എപ്പോഴും അമ്മയെ വിളിക്കാൻ പാടില്ല. അത്യാവശ്യമുള്ളേ പറഞ്ഞു, ആദ്യത്തെ 1-2 മാസമൊക്കെ ഓക്കെ, അത് കഴിഞ്ഞ് വിളിച്ചാൽ അത് അരോചകമാണ്. ആണിൻ്റെ അമ്മയ്ക്കും ഇഷ്ടപ്പെടില്ല, അവനും ഇഷ്ടപ്പെടത്തില്ല. അപ്പം പിന്നെ അവൾ ഒരിക്കലും ഇവിടെയും പകുതി അവിടെയും പകുതിയാണ്. മാതാപിതാക്കളെ വിട്ട് നിൻ്റെ പിതൃഗത്തെ മറന്നു കളയാന്നാണ് പറയുക. അപ്പം അങ്ങനെ മറക്കാൻ പഠിക്കണം. അതിൻ്റെ ഒരു ഒത്തിരി ഒരു സ്പോയിൽഡ് ചൈൽഡ്ഹുഡുണ്ടേ. ഇങ്ങനെ ചുമ്മാ സ്നേഹിച്ചൊക്കെ വെച്ചിരിക്കും. ഒരിക്കലും മച്യൂരിറ്റി ഉള്ള ഒരു അമ്മയാകാൻ നമുക്ക് പറ്റിയല്ല, പിന്നീട് പക്വതയുള്ള ഭാര്യ ആകാനും പറ്റിയല്ല, മക്കളുടെ ഒരു പക്വതയുള്ള അമ്മയാകാനും പറ്റത്തില്ല. അത് വലിയ അപകടമായിട്ട് നിൽക്കും. നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 വയസ്സ് വരെയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ കല്യാണം ചെല്ലുന്നത്. 30 ആയാലും കല്യാണം കഴിക്കില്ല. ഇപ്പോൾ 25-30 വയസ്സ് വരെയൊക്കെ വീട്ടിൽ അപ്പൻ്റെ പെറ്റായിട്ട് അല്ലെ അമ്മയുടെ പെറ്റായിട്ടൊക്കെ വളർന്നിട്ട് പെട്ടെന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് ചെന്ന് അവിടുത്തെ തന്നെ ആവണം, അങ്ങനെ അല്ലെ ഭാര്യയും ഭർത്താവും ഒന്നാവണം, മാതാപിതാക്കളൊക്കെ വേണ്ട എന്ന് പറഞ്ഞാൽ ശരിക്കും നടപ്പിലാകുന്നൊരു കാര്യമാണോ ശരിക്കും? അങ്ങനെയുള്ളൊരു ഇഷ്ടം പോലെ അങ്ങനെ എത്രയോ പേരെ പോലെ ജീവിക്കുന്നു. എക്സെപ്ഷണൽ കേസുകൾ ഇപ്പം നമ്പർ കൂടി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പോകുന്നവരും ജീവിക്കുന്നവരും കെട്ടിക്കഴിഞ്ഞാൽ ഭർത്താവിനെ ജീവന് തുല്യം സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാൻ തോന്നുമല്ല. അത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തേ,
പണ്ട് ഒരമ്മച്ചിയുടെ കംപ്ലൈൻറ്റ് കേട്ടതാ. ഓ, അവൾ കെട്ടിയവനെ ജീവന് തുല്യം സ്നേഹിച്ചു, എന്നോടൊന്നും പറയത്തില്ല ഇപ്പം. എല്ലാം അവളോട്ട് മാത്രമേ ഉള്ളൂ. എന്നെ ഒന്ന് വിളിക്കുവോ പറയുവോ ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യത്തില്ല, ഇപ്പോൾ ഒരക്ഷരം മിണ്ടത്തില്ല. ഇങ്ങനെ മാതാപിതാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛൻ. അവർ എന്നാലും ഭർത്താവുമായിട്ട് നല്ല സ്നേഹത്തിലാണെങ്കിൽ പൊതുവെ അമ്മമാർക്ക് സന്തോഷമാണ് കേട്ടോ, പൊതുവില്ലേ ആ രീതിയിലാണെന്ന് വരില്ല. പിന്നെ ഇത് ആണുങ്ങളുടെ ഭാഗത്തും ഉണ്ടാകണം. അവൾക്ക് തോന്നണം എൻ്റെ അപ്പനെയും അമ്മയും വിട്ടു വന്നപ്പം എനിക്ക് എൻ്റേതായൊരു സ്വന്തം വീട്ടിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് തോന്നണേ. അതിനുള്ള കെയർ ആൻഡ് ലവ് കൺസേൺ അവൻ കാണിക്കണം. കാണിച്ചാൽ അവൾക്ക് അത്രയും അമ്മയെ വിളിച്ചപ്പോഴും അമ്മ അപ്പൻ ശരണം എന്നുള്ള തോന്നൽ മാറ്റാൻ പറ്റും. ആണുങ്ങളിലുണ്ട് എൻ്റെ പരിധി വരെ അവരുടെ അപാകതയും ഒത്തിരി അപകടമായിട്ട് വരുന്നുണ്ട്. അച്ഛൻ പറഞ്ഞിക്കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഈ വിവാഹം കഴിച്ച ആദ്യ ദിവസം നമ്മളങ്ങോട്ട് ചെല്ലുമ്പം, അല്ലെങ്കിൽ ഇങ്ങനെ ചെല്ലുന്ന പെൺകുട്ടികൾക്ക് അപ്പനും അമ്മയും മകനും ഒക്കെ ഒരു സെറ്റാണ്. അവർ വർത്തമാനം പറയുന്നു, ചിരിക്കുന്നു, ഇവളെ കാണുന്നത് ചിലപ്പം മിണ്ടുന്നില്ല. അപ്പോൾ എങ്ങനെ, അതായത് എന്നിട്ട് പലരും പറഞ്ഞു, നമ്മൾ പല കേസിലും കേൾക്കാറില്ലേ, ഈ വീട് ഇങ്ങനെയാണ്, ഇവിടുത്തെ റൂൾ ഇങ്ങനെയാണ്, പറ്റിയല്ല നീ പൊക്കോണം എന്ന് പറഞ്ഞാൽ, ശരിക്കും ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർക്ക് അവരുടെ ഒരു സ്വന്തം വീട് പോലെ ഫീൽ ചെയ്യപ്പെടുന്നുണ്ടോ? അതൊരു പ്രധാന കാര്യമല്ലേ? അത് ഇവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പരാജയമാണ്, അത് കൊടുക്കണം. അപ്പം ഇവിടെ അതിഥിയായിട്ട് നിൽക്കുന്നത് എപ്പോഴും പെണ്ണ് എപ്പോഴും പോകാനുള്ളവളാണ്. വീട്ടിൽ വളർത്തുമ്പം മാതാപിതാക്കൾ പറയും ഒരു ചെറുക്കൻ്റെ വീട്ടിലേക്ക് നീ പോകാനുള്ളവളാണ്, ചെറുക്കൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നീ വന്നവളാണ്. അതിൽ പോകാനും വന്നവളായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അവൾക്കൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് വരും, ഞാൻ ആരാന്നുള്ളത്. ഞാൻ 3 പെൺമക്കളുള്ള വീട്ടിലെ ഒരാളാണേ, എനിക്ക് 3 പെൺകുട്ടികളാണ്. ഈ ക്രൈസിസ് എന്തായാലും അച്ഛൻ പറഞ്ഞതേ പറ്റുള്ളൂ. അപ്പം അതിന് ഈ ചെറുപ്പം വരുന്ന അപകടം, ഈ പെണ്ണിനെ കെട്ടിച്ച് വിടുമ്പോഴേ, ഒറ്റപ്പുത്തിലേക്ക് കാണുന്നവരെ കെട്ടിച്ച് വിടുമ്പോഴേ അവളുടെ മുറി കൂട്ടിയിട്ടേക്കുക. എന്തിനാ? അവൾക്ക് അവധിക്ക് വരുമ്പോൾ താമസിക്കാനുള്ള മുറി അവൾ വരുമ്പോഴേ. അപ്പം അങ്ങനെ ഒരു മുറി വിട്ട് കഴിഞ്ഞാൽ അവൾക്ക് എപ്പോഴും തോന്നും തിരിച്ചു പോകാനുള്ള പ്രേരണയുണ്ട്, എനിക്കായൊരു മുറിയുണ്ട്. പക്ഷേ അതല്ല, മുഴുവനായി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു പെണ്ണിന് വേണ്ടി ഒരു മുറി വീട്ടിൽ വെക്കേണ്ട ആവശ്യമില്ല. അവൾ കുട്ടിക്കാലത്ത് കളിച്ചു വളർന്ന മുറി കല്യാണത്തോടെ തീർന്നു, അവളുടെ മുറിയല്ലത്. അവളുടെ മുറി ഭർത്താവിൻ്റെ മുറി, പത്തുലോകത്തിലെ മുറിയാണ്. അപ്പം ആ രീതിയിലുള്ള പരിശീലനം അമ്മ തന്നെ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഒത്തിരി വിളിക്കുമ്പോൾ അമ്മ തന്നെ പറഞ്ഞ് അകറ്റാൻ മോളെ അങ്ങനെ വിളിക്കരുത്, അധികം വിളിക്കരുത്, ഒരു പരിധിയുണ്ട്, നീ കല്യാണം കഴിച്ചവളാണ്, ഇവിടെ നിൽക്കുകയല്ലല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വിവേകമുള്ള അമ്മ പറഞ്ഞു കൊടുക്കണം. അപ്പം വിവേകമില്ലെങ്കിൽ അവളെപ്പോഴും എൻ്റെ പെറ്റാണ്. അതിപ്പോഴത്തെ ഒരു ലോകത്തിൻ്റെ അപകടം. നമ്മളിപ്പം അത് നമുക്ക് മലയാളിക്കേ ഉള്ളൂ. നമ്മൾ യൂറോപ്പിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരാ ഇടിച്ചിട്ട് പറയാൻ പോകുന്നത്? ഒന്നും നോക്കത്തില്ല. പ്രസവം ഉണ്ടായാലും ആദ്യമൊക്കെ പോയി ഒന്ന് അതിന് സഹായിക്കും, അല്ലാതെ നോക്കത്തൊന്നുമില്ല. ഇവിടെ എൻ്റെ ദൈവമേ, മക്കളുടെ മക്കളെ കുളിപ്പിക്കാൻ അമേരിക്കയ്ക്ക്, തുടയ്ക്കാനായിട്ട് UK-ക്ക്, ഈ വട്ടുതരം നമുക്കിടയിലേ ഉള്ളൂ. അതിന് ഒരാവശ്യമില്ല. ഒരു മാന്യമായ റോൾ, അതിനപ്പുറത്തേക്ക് എപ്പോഴും പിള്ളേർക്ക് വേണ്ടി ജീവിക്കുന്ന രീതിയും അതും അപകടമാണ്. അപ്പോൾ ഈ ഭർത്താവിൻ്റെ വീട്ടിലും അവർക്കും ഒരു റോളുണ്ടല്ലോ ശരിക്കും. ഈ അവർ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും? ഈ വരുന്ന ഒരു മകളെ സ്വീകരിക്കുമ്പോഴേ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് മാറ്റങ്ങൾ, അതായത് ഇവളെ ഒരു ഔട്ട്സൈഡറായിട്ട് എപ്പോഴും കാണുമ്പോഴാണല്ലോ ഞാൻ ഇവിടുത്തെ അല്ല, ഒത്തും ഫിറ്റല്ല എന്നൊക്കെ ഉള്ളവർ. അപ്പോൾ അവർ ഒത്തിരി മാറണ്ടേ ശരിക്കും പുതിയ ഒരാളുകൾക്കുള്ള? മാറണം വെച്ചാൽ ഒരു അമ്മയെ ഓർക്കണം, എൻ്റെ ഒരു മകളെ കെട്ടിച്ചു വിടുമ്പം ദൈവം പകരുന്നതാണ് എൻ്റെ മകൻ്റെ ഭാര്യ. അപ്പം അതുപോലെ കാണാൻ പറ്റണം. സ്വന്തം മകൾ പറഞ്ഞാൽ സ്വീകരിക്കുന്ന കാര്യം മരുമകൾ പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. കാരണം ഒരിക്കലും അമ്മ അവളെ മകളായിട്ട് സ്വീകരിച്ചിട്ടില്ല. ഈ മരുമകളും ശ്രദ്ധിക്കണം, സ്വന്തം അമ്മയ്ക്ക് പകരം ദൈവം തന്ന പുതിയ അമ്മയാണിത്. അപ്പോൾ എന്തേലും ചെറിയ പോരായ്മ വന്ന അമ്മായിമ്മയായിട്ട് കാണരുത്, അമ്മയ്ക്ക് വരുന്ന വീക്ക്നെസ്സായിട്ടേ കാണാവുള്ളൂ. ഞാനിത് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഓരോ അനുഭവങ്ങളാണല്ലോ ഓരോ കാര്യങ്ങൾ. ചില അമ്മമാർക്കുണ്ട് അമ്മായിമ്മമാരെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചാൽ ഇഷ്ടമില്ലാത്തവരെ, അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അസൂയാണല്ലോ, ഈ എന്നെ മാത്രം സ്നേഹിക്കാവുള്ളൂ എന്ന് വിചാരിക്കുന്നവരും ഉണ്ട്, ഇത്ര ലിബറലായിട്ട് പറയാതെ. പിന്നെ ഈ ചിലപ്പം ഈ പെൺകുട്ടികൾക്കുണ്ടാകാവുന്ന ഒരു വിഷമമല്ലേ, എൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം, കല്യാണമൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്കൊന്ന് തിരിച്ചു പോകണം എന്ന് ചോദിക്കുമ്പം ഈ ഒരു അനുവാദം ചോദിക്കുന്ന പരിപാടി ചിലയിടത്തുണ്ട്. അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അപ്പനോടും അമ്മയോടും ഒക്കെ പറഞ്ഞ അനുവാദം വേണം. നമ്മൾ ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പോലെ ഒന്ന് പൊക്കോട്ടെ, ഇത്ര അല്ലെ 1.5 ദിവസത്തേക്ക് പോയി വരൂ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെയൊക്കെ ഉള്ളൊരു അനുവാദത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ ശരിക്കും? ഒരു കാര്യമുള്ളതുണ്ടല്ലോ, ഇങ്ങനെ ഈ ആണുങ്ങൾ ഒരു കാര്യം ഭാര്യയെക്കുറിച്ച് ഓർക്കാനുള്ളത്, അവർക്കൊരു നൊസ്റ്റാൾജിയ ഉണ്ട്. സ്വന്തം അപ്പനെയും അമ്മയും വിട്ടു പോരുമ്പോൾ ഗൃഹാതുരത്വമുണ്ട്. അപ്പം അതുകൊണ്ടാണ് കല്യാണത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ ഇടയ്ക്കിടെ നീ വീട്ടിൽ പോടിയെന്ന് പറയും. വീട്ടിൽ പോടിയെന്ന് പറയുന്നത് അവൾ പോയ വീട്ടന്തരീക്ഷം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അവൾക്കൊരു വരൾച്ച മാറണം. അപ്പം അതിന് അവൾ അമ്മയുടെ അപ്പൻ്റെയും കൂടെ പോയി താമസിച്ച് അവളുടെ ഗൃഹാതുരത്വം മാറ്റാൻ വേണ്ടി വിവരമുള്ള ഭർത്താക്കന്മാർ പറഞ്ഞു വിടും, നീ പോകണം എന്നും പറഞ്ഞ്. അതേസമയത്ത് ആ വിവേകവും അറിവും ഇല്ലെന്ന് രീതിയിൽ കെട്ടിക്കഴിഞ്ഞ് വന്നാൽ പിന്നെ എല്ലാം ഇവിടുത്തെ മാത്രമാണ്. അപ്പം ആ
ഒരു ബോധവും വിവേകവും ആണുങ്ങളുടെ ഭാഗത്തുനിന്നും കാണിക്കണം. പിന്നെ പെണ്ണാണേലും എപ്പോഴും പോണം ആറ്റിറ്റ്യൂഡ് അവളുടെ ഇമ്മച്യൂരിറ്റിയാണ്. അതും ശരി. അത് മാത്രമല്ല, ഈ പുരുഷന്മാർക്കും ശരിക്കും സ്ത്രീകളുടെ വീടിനോടൊരു പ്രത്യേക മനോഭാവം വേണ്ടേ. പണ്ടൊക്കെയാണ് നേരെ തിരിച്ചാൽ അവിടെ പോയി നിൽക്കുന്നത് നാണക്കേടാണ്, പ്രശ്നമാണ്, നിനക്ക് വേറെ പണിയൊന്നുമില്ല. അത് ഇപ്പോഴും കാണും. മലയാളികളല്ലേ, എന്തായാലും അസ്തമിച്ചിട്ടൊന്നുമില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ ഈ ഇപ്പോൾ ആ 1-2 മക്കളൊക്കെ ഉള്ളപ്പം 2 വീടും നമ്മൾ ഒരുപോലെ കെയർ ചെയ്യേണ്ടതും അതിനുള്ളൊരു ഫ്രീഡം ഒക്കെ ഉണ്ടോ? അച്ഛൻ്റെ ഒരു ഇങ്ങനെ പലരെയും കാണുമ്പം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് പെൺപിള്ളേർ പറയാറില്ലേ, എൻ്റെ വീട്ടിൽ വന്നാൽ ഇങ്ങനെ നിൽക്കില്ല, അവർക്ക് നാണക്കേടാണ്, ബുദ്ധിമുട്ടൊക്കെ എന്നുള്ളത്. അങ്ങനെ പറയുന്നവരുണ്ട്. വീട്ടിൽ വിടുകയില്ല, ആ വീട്ടിൽ വരികയില്ല, അങ്ങനെയുള്ള ആണുങ്ങളുണ്ട്. അത് അവരുടെ അത് ആണുങ്ങളുടെ അറിവില്ലായ്മയും ഇമ്മച്യൂരിറ്റിയാണിതേ. വിവേകത്തോടെ കണ്ട് അവർക്കൊരു സ്പേസ് കൊടുക്കുന്നത്. നമുക്ക് തോന്നണം, നമ്മുടെ മലയാളത്തിലെ പ്രധാന വാക്കാണ് ഇടം. ഈ ഇടം ഇല്ലെങ്കിൽ ഇപ്പം പറയല്ലേ, എനിക്ക് ഈ മനുഷ്യനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന് പറയും ഇല്ലേ. ആകുമ്പോൾ എനിക്ക് ഇവളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് നിറഞ്ഞു കിടക്കുവാണ്, അവളെയും കൂടെ കൊള്ളാനുള്ള ഇടയില്ല. അതാണ് ഉൾക്കൊള്ളാൻ പറ്റാത്തത് അകത്ത് നിറഞ്ഞതുകൊണ്ടല്ലേ. അപ്പോൾ അതെന്നതാ ഇങ്ങനെ കിടക്കുന്നതെന്ന് ഓർക്കണം. ഒരു ഭാര്യയെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്താണ്? വേറെ പ്രേമബന്ധമാണോ, എളുപ്പമാണോ, ഏതിൽ നിന്നാണ്? അല്ലെ ഭർത്താവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എന്താണ് ഉൾക്കൊള്ളാൻ പറ്റാത്ത തടസ്സമെന്നുള്ളതാണ്. ഏറ്റവും വിവേകം ഇടം കൊടുക്കുക. നമുക്ക് തോന്നണം എൻ്റെ ഭർത്താവിന് ഒരു സ്പേസ് ഉണ്ട്, ഇവന് തോന്നണം എൻ്റെ ഭാര്യ വീട്ടിലൊരു സ്പേസ് ഉണ്ട്. അത് കൊടുത്താൽ ഒത്തിരി മാറുകയും ചെയ്യും. ഈ അൺഡ്യൂ അറ്റാച്ച്മെൻറ്റുകളൊക്കെ മാറിയിട്ട് ഇവർ രണ്ടും കൂടെ ഒന്നാകുന്ന ഒരു തരത്തിലേക്ക് വരും. ഈ സ്പേസ് ഇല്ല, അല്ലെങ്കിൽ ഇടം കൊടുക്കാത്തതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇത് ഇവിടെ ഇത്രയൊക്കെ പറ്റുള്ളൂ, നീ പൊക്കോണം, ഇത് നിന്റെ വീടല്ല, ഇങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു കമന്റുകൾ സാധാരണ വളരെ കൂടുതലല്ലേ പറയുന്നുള്ളൂ. അതങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അങ്ങനെ പറച്ചിലുണ്ട്. ഇഷ്ടക്കേട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയും ഒന്ന് വലിക്കുക, മാറ്റുക, അവരെ പൊട്ടിക്കുക, ആ ചിന്ത വരുന്നതാണ്. അല്ല, അച്ഛൻ്റെയൊക്കെ അടുത്ത് ഒരുപാട് ഡിവോഴ്സ് കേസുകൾ ഇങ്ങനെ ഇടമില്ലാത്തതിൻ്റെ പേരിൽ വരാറുണ്ടോ? ഞാനിവിടെ ഫിറ്റല്ല, എനിക്കൊരു സ്പേസ് ഇല്ല എന്ന് പരാതി പറയുന്നവർ അച്ഛൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ? ഒത്തിരി പേര്. കാരണം ഭർത്താവിൻ്റെ അമ്മ അംഗീകരിക്കുന്നില്ല, പെങ്ങന്മാർ അംഗീകരിക്കുന്നില്ല, ഞാനെന്നും വീട്ടിലെ അതിഥി മാത്രമാണ്, ഞാൻ അവിടുത്തെ ആളായിട്ടില്ല, എന്നും വന്ന ആളായിട്ട് നിൽക്കുന്നു. അതിനെ പിന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയല്ലോ. പിന്നെ തുടർന്ന് പിടിച്ചതല്ല അവർക്ക് അസ്വസ്ഥത. ഇങ്ങനെയുള്ള ഒരു ഇപ്പം നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ, അച്ഛൻ ഒത്തിരി പൊടിക്കൈ അറിയാമല്ലോ, തമാശ രൂപേണയാണെങ്കിൽ ഒരു പെങ്കൊച്ച് എന്തൊക്കെ നമ്പറുകൾ ഇറക്കിയാൽ ഇങ്ങനെ നിന്ന് പോകാൻ പറ്റും ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഡീൽ ചെയ്യാൻ? നമ്മൾ ഈ എപ്പോഴും പെട്ടെന്ന് മുഖം വാടി വികാരം കൊള്ളരുത്. കുറച്ചൊക്കെ കൂളായിട്ട് എടുക്കാൻ പെണ്ണ് പഠിക്കണം കുറേ കാര്യങ്ങളെ. കാരണം ഇന്ന് പഴയ ലോകമല്ല, പുതിയ ലോകമാണ്. അപ്പം കുറേ കാര്യങ്ങൾ തൻ്റെ അടുത്തോടെ ഒന്നും മിണ്ടാതിരിക്കുക, അത്യാവശ്യം വരുന്ന കാര്യങ്ങൾ പ്രതികരിക്കുക, അല്ലെങ്കിൽ കൂളായിട്ട് നിൽക്കുക. പിന്നെ കെട്ടിയവനുമായിട്ട് മാത്രം ഒറ്റയ്ക്ക് മുറിയിലൊക്കെ ആയിരിക്കുമ്പം എന്തെങ്കിലും പ്രയാസമുള്ള പയ്യെ ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, അങ്ങനെ പറയുക. പരസ്യമായിട്ട് ഭർത്താവിൻ്റെ അമ്മയോ പെങ്ങളെയോ അപ്പനെയോ ഒന്നും കുറ്റം പറയാതിരിക്കുക. അങ്ങനെയൊക്കെ കുറേ കാര്യം ക്ഷമിച്ച് കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ചാൽ വിഴുങ്ങേണ്ടി വരും ദാമ്പത്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി. എല്ലാവരും ഈക്വൽ അല്ലേ, അങ്ങനെ വിഴുങ്ങണമെന്ന് ചോദിച്ചാൽ വിഴുങ്ങണ്ട, തകർന്നു പോകാം, അത്രയേ ഉള്ളൂ. ജീവിക്കണമെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആവശ്യമാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ 2 കൂട്ടരും ചെയ്യണ്ടേ? പലപ്പോഴും പറയും സ്ത്രീയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ക്ഷമിക്കേണ്ടത്, സഹിക്കേണ്ടത് എന്നൊക്കെ. അങ്ങനെയാണല്ലോ നമ്മൾ പറയുക. പറച്ചിൽ ഇപ്പോൾ സ്ത്രീ ശാക്തീകരണം വളരെ കൂടുതലാണെങ്കിലും നമ്മൾ വേറെ വീട്ടിൽ നിന്ന് വന്നാണ് ഇവിടുത്തെ എല്ലാ കാരണം പുരുഷന്മാർക്ക് അങ്ങനെ ഒരു വലിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ലല്ലോ. കാരണം അവർ ഓൾറെഡി വളർന്നു വന്ന സാഹചര്യം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ സ്ത്രീകളാണല്ലോ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്. പക്ഷേ ഇന്നത്തെ പിള്ളേർക്ക് ആർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലല്ലോ. നമ്മൾ IT വേൾഡിലൊക്കെ എടുത്താൽ മതി, 2 പേരും ജോലിക്കാരാണെങ്കിൽ കൃത്യമായിട്ട് ഭാര്യയോട് അഡ്ജസ്റ്റ് ചെയ്ത് ആണുങ്ങൾ പോകുന്നത്. അപ്പം അങ്ങനെ പോകാത്തടത്താണ് ഡൈവോഴ്സ് കേസുകൾ വരുന്നത്. ഇപ്പം പാത്രം കഴുകുന്നതാണേലും പിള്ളേരെ നോക്കുന്നതാണേലും ഹൗസ് മെയിൻ്റനൻസ് ആണെങ്കിലും ഇവൻ കുക്കിംഗ് ആണേലും 2 പേരോട് ഷെയർ ചെയ്യും. ഇപ്പം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേ ആ രീതിയാണ് ഇപ്പം പുതിയ വരുന്നത്. അപ്പം അങ്ങനെ വരുന്നിടത്ത് ഒത്തിരി പ്രശ്നങ്ങൾ കുറവുണ്ട്. ഇപ്പം പറയുകയാണ് എൻ്റെ അമ്മ ഇങ്ങനെ അതുകൊണ്ട് നീയും ചെയ്യാൻ പറയുന്നത് ഡൈവോഴ്സ് ഉറപ്പാണ്, അല്ല എൻ്റെ അപ്പൻ ഇങ്ങനെ അതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നടക്കില്ല. ഈ മാത്രമല്ല, കല്യാണം കഴിച്ച് ചെല്ലുമ്പോഴാണെങ്കിലും വീട്ടിൽ പെൺകുട്ടി അമ്മയമ്മയും അമ്മായിപ്പനൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മകനെ അടുക്കള കയറ്റാത്തൊരു സാഹചര്യം വരികയല്ലേ. അപ്പം നമ്മൾ മാത്രം ഇങ്ങനെ ഇപ്പം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലാണ്ട് പറ്റിയാൽ. കാരണം പിന്നെ തമ്മിൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് നടക്കാം, വരുന്നൊരു പിറ്റേ ദിവസം അതൊന്നും നടക്കുകയില്ല. പോലെ നിന്ന് മനസ്സിലാക്കി പൊരുത്തപ്പെട്ട് സാവധാനം ചെയ്യാൻ പറ്റും. അപ്പോൾ സത്യത്തിൽ ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു കലയാണ് അല്ലേ അച്ഛാ? കുടുംബജീവിതം ഒരു ആർട്ടാണ്. ഫാമിലി ലൈഫ് ഈസ് ആൻ ആർട്ട് എന്നാണ് പറയുക. അത് വിവേകത്തോടെ കലാപരമായി നമ്മൾ ജീവിച്ചു തീർക്കേണ്ടതാണ്. അല്ല, സത്യത്തിൽ എല്ലാവരും പറയുന്നല്ലോ തോറ്റു കൊടുക്കുക, ക്ഷമിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക, ഇതൊക്കെ ഒരു പരാജയമാണല്ലോ ഇന്നത്തെ തലമുറയ്ക്ക്. പക്ഷെ ഇതൊക്കെ ഒരു വലിയ വിജയമല്ലേ? അതൊക്കെ ഉണ്ടെങ്കിലേ ഈ ഒരുമിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ
നമ്മളാരാ വലിയവൻ എന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് രണ്ട് കാല് പോലെ, നമ്മുടെ രണ്ട് കാല് നടക്കുമ്പോഴേ ഒരിക്കലും പുറകെ പോകുന്ന കാലം മുൻവശത്തെ കാലിനെ കുറിച്ച് അസൂയപ്പെടല്ലോ, അത് മുന്നലാണല്ലോ. പക്ഷെ അടുത്ത നിമിഷം അത് പുറകിലാവും. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ പവർ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിൽ അച്ഛൻ അമ്മ ആരാണ് കൂടുതൽ പവറുള്ളയാൾ? അത് ആരുടെ കയ്യിലിരിക്കണമെന്ന് അച്ഛൻ്റെ ഒരു ആഗ്രഹം? അത് അവസാന വാക്ക് ആണിൻ്റെ ഇരിക്കണം, പക്ഷേ ഈക്വാലിറ്റി ആയിരിക്കണം. ഒരു ഫൈനൽ വാക്ക് ഒരാൾ വേണം. കാരണം സൈക്കോളജിക്കലി ഒരു അപ്പൻ്റെ ഫൈനൽ വാക്ക് ഇല്ലെങ്കിൽ മക്കൾക്ക് അനുസരണക്കുറവാണ് നമ്മൾ കാണുന്നത് പ്രാക്ടിക്കലായിട്ട്. അതേസമയത്ത് അമ്മ ഒത്തിരി അങ്ങ് അരിഞ്ഞു പോവേ, മാതൃ മനസ്സതാണ്. അപ്പോൾ അത് കുഞ്ഞുങ്ങളോടും അനുകൂലമാവും, അല്ലെങ്കിൽ ആ പോലെ ആവുന്ന വെക്കും. പക്ഷെ അരുതെന്ന് പറയുന്ന ഫൈനൽ കമാൻഡ് പറഞ്ഞാൽ അപ്പനെ പറ്റും. പക്ഷേ അത് ഞാൻ ചോദിക്കുന്നതല്ല, ഇതൊക്കെ ശരിക്കും നമ്മളെപ്പോഴും ബിബ്ലിക്കലായിട്ടും ധ്യാനത്തിനും കാര്യങ്ങൾക്കൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു പ്രസൻറ്റ് തലമുറയോട്, ഞാനൊരു ടീച്ചറും കൂടെയാണ്, ഞാൻ ഹയർ സെക്കൻഡറിയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പെങ്കൊച്ചിനോട് നീയല്ല നിൻ്റെ വീട്ടിലെ നിൻ്റെ ബ്രദറിൻ്റെ വേർഡാണ് വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും സമ്മതിച്ചിരിക്കില്ല. സമ്മതിക്കുകയല്ല, പക്ഷേ കല്യാണം കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്ക് സമ്മതിക്കും. ഒറ്റയ്ക്ക് നടക്കുമ്പോഴതേ ഒരു മാതൃത്വത്തിൻ്റെ പക്വത വരുമ്പോൾ, ഒരു ഭാര്യയുടെ എളിമ വരുമ്പം കുറേ കാര്യം ജീവിതം അവളെയും പഠിപ്പിക്കും. എല്ലാ കാര്യവും പറയുന്ന പോലെ അല്ല. അത് ആണുങ്ങൾക്കുള്ള ആനുകൂല്യമൊന്നുമല്ല, സ്ത്രീയുടെ ഔദാര്യമാണ്. ആ ഔദാര്യം കൊണ്ടേ കുടുംബങ്ങൾ നിലനിൽക്കുന്നുള്ളൂ. ഇപ്പം പഴയകാല കടുപ്പം പിടിച്ച അപ്പന്മാരൊക്കെ ഉണ്ടെങ്കിലും തകരാതെ കുടുംബം എന്നൊരു അമ്മയുടെ ഔദാര്യമാണ് പലയിടത്തും. അതില്ലെങ്കിൽ എന്തെല്ലാം തുല്യത പറഞ്ഞാലും അത് സമൂഹത്തിന് ഒത്തിരി തകർച്ചയിലേക്ക് നയിക്കുകയുള്ളൂ. ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, സ്ത്രീയുടെ ഔദാര്യമാണ്. അല്ല, നമുക്കും അതേ അവകാശമുള്ളതാണല്ലോ എല്ലാത്തിലും. എന്തിനാ കണ്ണടച്ച് വിടുന്നത്? അത് കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിനും വേണ്ടി ചെയ്യുന്ന ഒരു ബലിയാണ്. ശരിക്കും അതൊക്കെ എനിക്ക് തോന്നുന്നു പെൺമക്കളെയൊക്കെ ഇപ്പോഴേ ഒരു ട്രെയിൻ ചെയ്യുന്നത് നല്ലതാണ്. കുറേ കാര്യങ്ങൾ വിട്ടുകൊടുക്കാനും ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്നല്ല, നമ്മൾ തോറ്റു കൊടുക്കുന്നതോ ക്ഷമിക്കുന്നതോ ഒന്നും ഒരു കഴിവുകേടല്ല എന്നുള്ളത് പലർക്കും അതിൻ്റെ ഒരു സുഖമേ ഇങ്ങനെ വരാറില്ലേ? ഇങ്ങനെ ഒത്തിരി കടുംപിടുത്തമൊക്കെ ഉള്ള കേസുകളും ഭർത്താക്കന്മാരും തിരിച്ചു വന്നിട്ടുണ്ടോ? ഭാര്യമാർക്ക് ഭയങ്കര കടുംപിടുത്തം രണ്ട് രീതിയിലും വന്നിട്ടുണ്ട്. ചില കേസൊക്കെ തീർക്കുമ്പോഴേ നമുക്ക് തീർക്കാൻ പറ്റാതെ കുടുംബ കോടതിക്ക് റെഫർ ചെയ്യുന്ന കേസുകൾ നമുക്ക് പറ്റിയല്ല. അവരുടെ തന്നെ ഇഷ്യൂ തന്നെ അവരുടെ ശരിക്കുള്ളേ. അത് ഒന്നാമത് ഈ ലോയൽറ്റി ഇല്ല, ഒരു വിധേയത്വത്തിൻ്റെ കുറവ്. അപ്പോൾ ഈ വിധേയത്വം എന്ന് പറയുമ്പോൾ ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും വേണോ? രണ്ടിടത്തോട്ട്. കാരണം അവളെല്ലാം പറഞ്ഞാൽ ഞാനാണ് എൻ്റെ അവസാനം, അത് പറ്റിയല്ല. ഇവളാണെങ്കിൽ ഇപ്പം തുല്യമില്ല, ഞാൻ ഒരുമിച്ചല്ലേ പൈസ ആണ് ചെയ്യുന്നത് അവൾ പറയും. അപ്പം അങ്ങനെ വരുന്ന കാര്യങ്ങൾ വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒത്തിരി ഉണ്ട്. അപ്പോൾ ചില കാര്യം നമ്മൾ പൊക്കോ ഒരുമിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അടിയും കൊലപാതകം ഉണ്ടായാൽ പറഞ്ഞു വിടുന്നവർക്ക് ആ പ്രശ്നം. അതുകൊണ്ട് പിന്നെ കോടതിയിലേക്ക് തന്നെ നോക്കാൻ പറയുന്ന ചില കേസുകൾ. അതുപോലെയാണ് ഈ ഫ്രീഡം ഒക്കെ അനുവദിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ഈ സ്ത്രീക്ക് ഏതാണ്ട് അനുവദിച്ച് കിട്ടണം, അല്ലെങ്കിൽ ഭർത്താവ് സമ്മതിക്കണം, വീട്ടുകാരെ. പുരുഷന്മാരാരും പ്രത്യേകിച്ച് ആരും അനുവദിക്കണ്ടല്ലോ. പക്ഷെ അത് ഇന്നത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ ഇതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ എന്തിനാ നിങ്ങളോട് ചോദിക്കുന്നത്? നിങ്ങളാരാ? എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം ഇല്ല, അല്ലെങ്കിൽ നീ അങ്ങനത്തെ ഒരു ഇത് വലിയ പ്രശ്നമാണല്ലോ ഇപ്പം ഈ ഒരു. അതിന് അവിടെ നിന്നാണ് ഡൈവോഴ്സ് കേസുകൾ വരാൻ തുടങ്ങിയത്. സ്ത്രീകളുടെ ഈ ശമ്പളത്തിന് നല്ല ഒപ്പം വന്നപ്പോഴത്തേന് ഇവനില്ലെങ്കിലും എനിക്കുണ്ടല്ലോ, ഞാനാണ് ഏണിംഗ് മെമ്പർ. അത് അമേരിക്ക, യൂറോപ്പ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലഘട്ടത്തിലുണ്ടായതാണ്. അതറിയാതെ നമ്മുടെ ഇങ്ങോട്ടും കൂടെ എഴുതി കയറി വന്നപ്പോഴത്തേക്ക് മൂല്യങ്ങളെ കാണുന്നതും വിലയിരുന്നതിനും രീതികളിൽ മാറ്റം വന്നു. അപ്പം അത് ആണുങ്ങൾക്കും വന്നു, പെണ്ണുങ്ങൾക്കും വന്നു. പക്ഷേ എക്കാലത്തും സ്ത്രീ അയഞ്ഞ് വിട്ടുവീഴ്ച ചെയ്തെങ്കിൽ മാത്രമേ കുടുംബം വിജയിക്കത്തു. തിയറി ഇമ്മ പറയാം, ഈക്വാലിറ്റി ഒക്കെ പറയാം. പക്ഷെ ഒരു അമ്മ ഒരു ഭാര്യ അല്പം കണ്ണടച്ച് ദയ കാണിച്ചാൽ മാത്രമേ വിജയിക്കൂ. ബാക്കിയൊക്കെ തിയറിയിലൊക്കെയാണ്, പ്രാക്ടിക്കലി വിജയിക്കത്തില്ല. സത്യത്തിൽ എനിക്കൊന്ന് സ്ത്രീകൾക്ക് ആ കഴിവ് തമ്പുരാൻ കൊടുത്തിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ സഹിക്കാനും വേദനിക്കാനുള്ള കഴിവ് അത് സ്ത്രീക്ക് എപ്പോഴും ഉറക്കളയ്ക്കാൻ, വേദനിക്കാൻ. ഭർത്താവിന് ഒരു തലവേദന വന്നാൽ ലോകമായുദ്ധം പോലെ ബഹളമാണ്, വയറ്റുവേദന വന്നാൽ ഭൂമി കുലുക്കുക. നമ്മൾ തന്നെ ഓർക്കും ഇതെന്താണ്, നമുക്ക് തന്നെ നാണക്കേട് തോന്നും, ഇവരെന്തൊന്നും സഹിക്കില്ല. അതല്ലേ ശരിയാ. ഒരു അമ്മയ്ക്ക് തലവേദന വന്നാലോ മല്ലിക്കാപ്പ് കുടിച്ചേക്കാം, കുഴൽ പെടുത്താലോ ഉലുവാവെള്ളം കുടിച്ചേക്കാം എന്നും തള്ളിക്കളയും. അതുകൊണ്ടാണ് ഈ പ്രസവവേദനയാണെങ്കിലും ദൈവം സ്ത്രീക്കാണ് കൊടുത്തിരിക്കുന്നത്. കാരണം തമ്മിലറിയാം, ആണുങ്ങളുടെ വകുപ്പാണ് പ്രസവമെങ്കിൽ ഒറ്റ പ്രസവം ലോകാവസാനം എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീക്കാണ് അതിനുള്ള കഴിവ് ദൈവം കൊടുത്തിരിക്കുന്നതും അങ്ങനെ ജീവിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഔദാര്യം എല്ലാ തലങ്ങളിലും കാണിച്ചാൽ കുടുംബത്തിൻ്റെ വിജയമായി. ഇല്ലെങ്കിൽ നമ്മൾ വളരെ സ്റ്റിപ്പ് അങ്ങനെ അങ്ങ് പോവുകയും പ്രശ്നം. പക്ഷേ നമ്മൾ ഒത്തിരി വിശേഷം പറഞ്ഞു. പക്ഷേ ഞാൻ ആദ്യത്തെ ആ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരുവാണ്. ഈ മാതാപിതാക്കൾ നിൽക്കേണ്ട ഒരു അതിർവരമ്പുകളെക്കുറിച്ചും മക്കളെങ്ങനെ നിൽക്കണമെന്നൊക്കെ അച്ഛൻ പറഞ്ഞു. പക്ഷേ ഈ മാതാപിതാക്കളും മക്കളും അല്ലാതെ വേറെ കുറേ മനുഷ്യരും കൂടി ഉണ്ടല്ലോ, ബന്ധുക്കൾ, മിത്രങ്ങൾ, നാത്തൂൻ, മാങ്ങളമാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട്
ഇവരൊക്കെ നിൽക്കേണ്ട അത് എവിടെയാ ശരിക്കും? ഇവർക്കിടെ ചില ബന്ധുക്കളുടെ അതിക്രമം അല്ലെങ്കിൽ കടന്നുകയറ്റം മൂലം പ്രശ്നം ഉണ്ടാകുന്ന പെൺകുട്ടികളുണ്ട്. ഈ ആദ്യത്തെ ദിവസങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ഇവരുടെ ചോദ്യങ്ങൾ, ഇവരുടെ ഒരു അസസ്മെൻ്റ് ഒക്കെ കഴിയുമ്പം ഒന്നുകിൽ നമുക്ക് കോംപ്ലക്സ് കൂടി ഒരു പരിവാകും, അല്ലെങ്കിൽ നമുക്കൊന്ന് സന്തോഷമാകും. ഇത് രണ്ടിനും ഇവരെ ഉപകരിക്കാറുണ്ടല്ലോ. പിന്നീടാണെങ്കിലും ഈ നാത്തൂന്മാരും ആങ്ങളമാരും ഒക്കെ അവരുടെയൊക്കെ ഒരു അതിർത്തിയെക്കുറിച്ച് അച്ഛൻ എന്നാ പറയും? ഈ കല്യാണം കഴിക്കുന്ന പുരുഷനെ സംബന്ധിച്ച് പെങ്ങളെക്കാൾ പ്രാധാന്യം ഭാര്യയ്ക്കായിരിക്കണം. അപ്പം അവന് ഒരു ടെൻഷനുണ്ട്, ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ഭാര്യ അറിയുന്നത് അവൻ്റെ പെങ്ങൾ പറഞ്ഞല്ല, അവൻ പറഞ്ഞാണ് അറിയേണ്ടത്. അപ്പോൾ അവൾക്ക് തോന്നും എന്നോടല്ല, ഇപ്പോഴും പെങ്ങന്മാരോടാണ് ഒട്ടിപ്പിടുത്തവും അറ്റാച്ച്മെൻറ്റും. അത് മനസ്സകലാനുള്ള ഒരു പ്രധാന കാരണമാവും. ഭാര്യയ്ക്ക് ഇന്ന ഇഷ്യൂ ഉണ്ടെന്ന് അറിയുന്നത് ആങ്ങളെ പറഞ്ഞല്ല, അവൾ പറഞ്ഞാണ്. അപ്പം അവിടെയാണ് ആ രീതിയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് പറയുക, കുടുംബജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തലമുണ്ട് വാക്കു പറയാതെ മുഖം നോക്കി മനസ്സ് വായിക്കുന്ന കുടുംബം. നമ്മളൊന്നും പറയണ്ട, മുഖത്തെ വാട്ടം കാണുമ്പോൾ അറിയാം. ആ രീതിയിലേക്ക് ഇവരുടെ തരംഗങ്ങൾ താല്പര്യം ഉണ്ടാകണം. അപ്പം അങ്ങനെ ഉണ്ടാകണമെന്ന് വരിയിൽ ആദ്യ രാത്രി മുതൽ, ആദ്യ ദിവസം മുതൽ തുറന്നൊരു ഷെയറിങ് വേണം. തുറന്ന ഷെയറിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മടിക്കാൻ പറഞ്ഞ് തീരണം. അല്ലെങ്കിൽ എന്തു ചെയ്യും, ഭർത്താവിൻ്റെ പല കാര്യങ്ങളും പെങ്ങന്മാരുടെ പിന്നെ ഇരിക്കും, പെങ്ങളുടെ പല കാര്യവും ആങ്ങളമാരിരിക്കും. ഇപ്പം ചില ആങ്ങളമാർ പെങ്ങന്മാർക്ക് നല്ല ജോലി ശമ്പളം ഉണ്ടെങ്കിൽ പറയും, അമ്മൻ തുമ്മിയാൻ തിരക്കുന്ന മുഖമാണ്, പോട്ടറി കഴിഞ്ഞ് പോരെ, കാരണം അവിടെ വരുമാനം ഇവന് കിട്ടും. പക്ഷേ പിന്നീട് അവൻ കല്യാണം കഴിച്ച് അവൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ വേണ്ടുന്നവരോട് അറിയുള്ളൂ വിട്ടിട്ട് പോകുന്നതിൻ്റെ കഷ്ടപ്പാട് എന്നാണെന്നുള്ളത്. അവിടെ ചില പെണ്ണുങ്ങൾ പറയും, ഏത് കിഴങ്ങനാണേലും ഒരു കെട്ടിയവൻ ലേവലിലുണ്ടെങ്കിൽ ബലമാണ് എന്ന് പറയുമല്ലോ. അത് കുടുംബത്തിൽ ആ ഒരു രീതിയിൽ അമിതമായ പെങ്ങന്മാരുടെ ഇടപെടൽ വരരുത്, ആങ്ങളമാരുടെ ഇടപെടലും വരരുത്. കല്യാണം കഴിഞ്ഞോ ഇവരുടെ ലോകം, ആ ലോകത്തിൽ സ്വതന്ത്രമായിട്ട് വ്യാപരിക്കാൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അച്ഛൻ പറഞ്ഞ ഇടം, എല്ലാവർക്കും അവരവരുടെ ഇടം കൊടുക്കുക, അതിൽ അതിക്രമിച്ച് കയറാതിരിക്കുക. അപ്പം വളരെ സന്തോഷമായിട്ട് കുടുംബജീവിതം കൊണ്ടുപോകുമ്പോൾ അവനവനുള്ള സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ജീവിച്ചാൽ ഉൾക്കൊള്ളാൻ പറ്റും. കാരണം കൊള്ളാൻ ഇനിയും ഇടമുണ്ട്. ഇല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റിയാൽ അതിനുള്ള ഇടമില്ല, തീർന്നു പോയി. തീർച്ചയായിട്ടും എന്തായാലും അങ്ങനെ ഒരു സ്പേസ് കൊടുക്കുന്ന ജീവിതം നമ്മുടെ മക്കൾക്കൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമ്മൾ ടീച്ചർമാരൊക്കെ ആ അറിവ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അച്ഛന്മാരൊക്കെ സന്ദേശങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ നിരന്തരമായ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഉണ്ടായാൽ അല്പം കൂടെ മെച്ചപ്പെട്ട ഒരു കുടുംബത്തേക്ക് എത്താനും നയിക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ആദ്യത്തെ ഇതിൽ തന്നെ ഒത്തിരി വിശേഷവും ഒത്തിരി ഉപദേശങ്ങളും ഒക്കെ കിട്ടി. ഇനി ഞാൻ അടുത്ത എപ്പിസോഡ് വരുമ്പം വീണ്ടും കുറേ സംശയങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരും. ആയിക്കോട്ടെ കേട്ടോ. താങ്ക് യു.